ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജീവിതമാർഗമാക്കാൻ പറ്റുമോ? പറ്റും. അന്നത്തെ കാലത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നത്തെ കാലത്ത് അത് പറ്റും. എണ്ണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു മോഡലൊക്കെ പഠിക്കും. ഇത് പൊളിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിന് മെഷീനോ ഒന്നുമില്ല, ചെറിയൊരു കത്തി മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഈ ഉണങ്ങിയത് പൊളിക്കണമെങ്കിൽ നല്ല പാടാണ്. വെള്ളത്തിലൊരു 5-6 ദിവസമൊക്കെ ഇട്ട് ഉണങ്ങി, എന്നിട്ട് ഇതിൻ്റെ മൊരിയൊക്കെ വരണ്ടി കളയണം. മുള കൊണ്ടുള്ളൊരു ലാംപ് ഷെയ്ഡാണ് ഇത് കേട്ടോ. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള ഏലംകുളത്ത് പ്രസന്ന ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് മുള കൊണ്ട് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അറിയപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് എക്സിബിഷനിലൊക്കെ അവരുടെ ഇത്തരം ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചേച്ചി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചേച്ചിയോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഞാൻ പഠിച്ചത് നിലമ്പൂർ പൂക്കോട്ടുംപാടം എന്ന് പറയും. പൂക്കോട്ടുംപാടത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്നാണ് ഇത് പഠിച്ചിട്ടുള്ളത്. വളരെ കാലം 10-36 വർഷമായി പഠിച്ചിട്ട്. പിന്നെ അവിടെ തന്നെ പഠിച്ച് എക്സ്പീരിയൻസ് ആയി അവിടെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ സ്വയം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സൊസൈറ്റിയൊന്നും അവിടെ ഇല്ല. സൊസൈറ്റിയിലുള്ള ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, കുറേ പേരുണ്ടായിരുന്നു. മുളയിലിപ്പോൾ ഇപ്പോൾ ചെയ്തത് ഞാനൊരു 10-25 ഐറ്റംസ് ചെയ്തിട്ടുണ്ടാവും. മുള നമ്മൾ മുമ്പൊക്കെ പിന്നെ ഇവിടെ ഡിപ്പോയിൽ നിന്ന് എടുത്തായിരുന്നു. പെരിന്തൽമണ്ണ ഡിപ്പോ ഉണ്ടായിരുന്നു നമുക്ക് മുള എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഡിപ്പോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് എടുക്കണം. ഇപ്പോൾ പ്രൈവറ്റായിട്ട് എടുക്കുന്നത് പിന്നെ കാളികാവ് എന്ന് പറയും. വലിയ മുളയില്ല, ഓടമുള പറഞ്ഞിട്ടുള്ള ഓടയാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. അത് നമ്മളിങ്ങനെ കടന്ന് ഇങ്ങനെ മുറിച്ച വഴി അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ നീളത്തിലാണ് കിട്ടുക. ഇത് ഞങ്ങളതിൻ്റെ കമ്പിൽ വെട്ടിയിട്ട് എടുക്കണതാണ്. ഇത് ഉണങ്ങിയതാണ്. ഈ ഉണങ്ങിയത് പൊളിക്കണമെങ്കിൽ നല്ല പാടാണ്. വെള്ളത്തിലൊരു 5-6 ദിവസമൊക്കെ ഇട്ട് ഉണങ്ങി, എന്നിട്ട് ഇതിൻ്റെ മുരിയൊക്കെ വരണ്ടി കളയണം. പച്ചക്കാണെങ്കിൽ പിന്നെ പച്ചയിൽ തന്നെ അങ്ങനെ മുരിയൊക്കെ വരണ്ടി കളഞ്ഞ് ഇതുപോലെ വെട്ടിയെടുത്ത് ഇങ്ങനെ പീസാക്കണം. ഈ പീസിൽ നിന്നാണ് പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടത് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ജോലി ചെയ്യാനായിട്ട് അതിൻ്റേതായ ഇപ്പോൾ ഇതിന് വേണ്ട കനത്തിൽ പൊളിച്ചെടുക്കും, ഇതിന് വേറെ കനത്തിൽ പൊളിച്ചെടുക്കണം. അങ്ങനെ ഓരോന്നിനും ഓരോ കനത്തിൽ നമ്മൾ പൊളിച്ചെടുക്കും. അങ്ങനെ പൊളിച്ചെടുത്താണ് ചെയ്യുന്നത്. ഇത് പൊളിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിന് മെഷീനോ ഒന്നുമില്ല, ചെറിയൊരു കത്തി മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നാണെങ്കിൽ ഇതുപോലൊരു ഷെയ്ഡ് നെയ്യുക. 1-2 നെയ്യാൻ പറ്റും ഈ പീസിൽ നിന്ന്. ഇതാദ്യം നമ്മൾ ഈ ഇത് പൊളിച്ച് കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ടാങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ 1 കിലോ ഈ ഇത് മുള പൊളിച്ചതിന് ഒരു 20 ഗ്രാം 25 ഗ്രാം കാസ്റ്റിക് സോഡ ഇടും. എന്നിട്ട് ഒരു ദിവസം നമ്മളതിൽ വൈകുന്നേരം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെയിലത്തിട്ട് നല്ലപോലെ ഉണങ്ങണം. ഒന്ന് ഉണക്കി കഴിഞ്ഞ് എന്നിട്ടാണ് പോളിഷ് ചെയ്യും. ആവശ്യക്കാർ ഇപ്പം ഇങ്ങനെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ്. അതിനുശേഷം ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഫീസ് റേറ്റ് അല്ലേ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ള നമുക്ക് അതിനുള്ള ഇതേ കിട്ടുന്നുള്ളൂ, ഫീസേ കിട്ടുന്നുള്ളൂ. വിൽപ്പന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തർ ഓർഡറായിട്ട് തരും. അപ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്, ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ വരുന്നവരെ പഠിപ്പിച്ച് കൊടുക്കും. നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു മോഡലൊക്കെ പഠിക്കും. ആ ലാമ്പൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അതൊക്കെ ഇതുപോലെ ഈ രൂപത്തിലായി വരണമെങ്കിൽ കുറച്ച് സമയം വേണം. ഇത് ഓരോന്ന് ഓരോ പോലെ. ഇതിലെ ഉള്ളിൽ വർക്ക് ചെയ്യണമെങ്കിൽ വേറൊരു ഇതാണ്. പുറത്ത് ഇതുപോലെ ആ പുറം മാത്രം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ ഇങ്ങനെ ഒരേ കനോ ഇതുപോലെയൊക്കെ ആയി വരണമെങ്കിൽ ഇത് സമയം പിടിക്കും.
അപ്പോൾ നമ്മൾ മുള കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ കണ്ടു അല്ലേ, വളരെ കുറച്ചേ ഇവിടെയുള്ളൂ, ബാക്കിയൊക്കെ എക്സിബിഷന് പോയി എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഇത് അവിടെ നിന്ന് കിട്ടിയൊരു ഫ്ലവർ വൈസാണ്. നോക്കിയേ എന്ത് രസമായിട്ടായി മുള, ഇതെല്ലാം മുള കേട്ടോ. ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടുല്ലോ ഇതിലൊരു പൂമ്പാറ്റയൊക്കെ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ചേച്ചി ഇത് ചെയ്യുന്നത്. പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചേച്ചിയെ വിളിക്കാൻ, പഠിപ്പിച്ച് തരും. ഇത് വാങ്ങിക്കണം, ബൾക്കായിട്ടൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ളവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി എത്തിച്ച് തരും. അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു എന്താ പറയുക, ഒരു സ്ത്രീയുടെ ഒരു അതിജീവനമാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോലികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട്, ഇതുപോലെയുള്ള പ്രത്യേകതകളുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.